ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നുമല്ല, നമ്മുടെ ഗിവ് അവേയിലെ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എന്തായാലും നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഒരു പ്രോസസ്സൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊരു വിന്നറിനെ സെലക്ട് ചെയ്യണമല്ലോ, അതെന്തായാലും നിങ്ങളും കൂടെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലാണ് നമ്മൾ ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മെറ്റീരിയൽസ് കിറ്റും കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ മെറ്റീരിയൽസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതും കൂടെ അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ 1 വീക്കായിരുന്നു ഈ ഒരു ഗിവ് അവേൻ്റെ ടൈം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എക്സ്ട്രാ 2-3 ഡേയ്സും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡെയിലി കമൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സ്ട്രാ 2-3 ദിവസം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയും ഒരുപാട് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ എക്സ്ട്രാ കൊടുത്തതാണ്. മാഷാ അല്ലാഹ്, ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്, നല്ല നല്ല കമൻസ്. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അല്ലാതെയും ഒരുപാട് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അർഹതപ്പെട്ട ഒരാൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എന്തായാലും ആ ഒരു പ്രോസസ്സ് കണ്ടുനോക്കാം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാനിവിടെ യൂട്യൂബിൽ എൻ്റെ ചാനലൊന്ന് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഗിവ് അവേൻ്റെ വീഡിയോ, നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടത് ഗിവ് അവേൻ്റെ വീഡിയോ ആണ്, അതവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. എല്ലാം നല്ല നല്ല കമൻസ് ആയിരുന്നു. അപ്പോൾ കമൻറ്റ് ചെയ്ത പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനി നമുക്ക് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യണം. അപ്പോൾ അത് ഞാനവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗൂഗിളിൽ പോയിട്ട് കമൻറ്റ് പിക്കർ എന്ന് പറയുന്നൊരു ബ്രൗസർ ഉണ്ട്, അത് ഓപ്പൺ ആക്കി എടുക്കാം. ഞാനിവിടെ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു, അത് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമൻറ്റ് പിക്കർ എന്ന് പറയുന്ന ബ്രൗസറിൽ നമ്മൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വിന്നറിനെ സെലക്ട് ആവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാനായിട്ട് ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കുന്നതല്ല. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോലും എഡിറ്റ് ചെയ്യാതെ ആ ഒരു നോർമൽ സ്പീഡിൽ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഇതാ ആ ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജാണ് കിട്ടുക. അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലിങ്ക് ഇടല്ലോ, നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് കോപ്പി ചെയ്തിട്ടുള്ള ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ആ ഒരു ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും കൂടെ ഉണ്ട്. ആഡ് കമൻറ്റ് റിപ്ലൈസ്, അതുപോലെ തന്നെ ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് കമൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്പർ ഓഫ് വിന്നേഴ്സ്, എത്ര വിന്നേഴ്സിനാണോ സെലക്ട് ചെയ്യേണ്ടത് അതും ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് എത്രയാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡ്യൂറേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളതുണ്ട്, അതും കറക്റ്റായിട്ട് അവിടെ സോൾവ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡ്യൂറേഷൻ എത്ര സെക്കൻഡ്സിനുള്ളിലാണ് നമുക്ക് വിന്നറിനെ സെലക്ട് ആക്കേണ്ടതെന്നുള്ളത് നമുക്ക് വേണ്ടത്ര നമുക്കവിടെ ഡ്യൂറേഷൻ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ ഒരു ഗെറ്റ് യൂട്യൂബ് കമൻറ്റ്സ്, ആ ഒരു ഇതിൽ വീഡിയോക്ക് എത്ര കമൻറ്റ്സ് ആണോ വന്നത് അത് നമുക്കവിടെ നോക്കിയാൽ മനസ്സിലാവും. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻസ് കാണും, സ്റ്റാർട്ട് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിന്നറിനെ സെലക്ട് ആകാനുള്ളത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ വിന്നർ ആരാന്നുള്ളത് നമുക്ക് നോക്കാം. മാഷാ അല്ലാഹ്, ഞാനും നിങ്ങളെപ്പോലെ തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഇതിൻ്റെ വിന്നർ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്കിതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെ കമൻസായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അതിൽ ലാസ്റ്റ് ഫൈനലായിട്ടൊരു വിന്നർ വരും, വെയിറ്റ് ചെയ്യാം. മാഷാ അല്ലാഹ്, ഫൈനലി അങ്ങനെ നമ്മുടെ ഗിവ് അവേയിലെ വിന്നറിനെ ഇവിടെ സെലക്ട് ആക്കിയിട്ടുണ്ട്. നൗഷിദ റിയാസാണ് ഈ ഒരു ഗിവ് അവേൻ്റെ വിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അടിപൊളി കിറ്റ്, ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തിക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ, ആമീൻ. ഇതാണ് അയാൾ ഇട്ടിട്ടുള്ള കമൻറ്റ്. എന്തായാലും കൺഗ്രാജുലേഷൻ നൗഷിദ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം. അതിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസൊക്കെ എനിക്ക് അയച്ചു തരാം. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീക്കിൽ തന്നെ ആ ഒരു മെറ്റീരിയൽസ് കിറ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു മെറ്റീരിയൽസ് കൂടുതലായിട്ട് ആഗ്രഹിച്ച ഒരാളാണെന്ന് എന്തായാലും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇട്ടിട്ടുള്ള ആ ഒരു കമൻറ്റിൻ്റെയും പിന്നെ റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട്സൊക്കെ അയച്ചു തരണം. എന്തായാലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു.
ഇതിൽ കിട്ടാത്തവരാരും വിഷമിക്കണ്ട കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് ഇനിയും ഒരുപാട് ഗിവ് അവേസ് ഒക്കെ കണ്ടക്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. 10K സബ്സ്ക്രൈബേഴ്സ് നമ്മളാവാൻ പോകുന്നുണ്ട്. 10K ആയിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ എന്തായാലും ഒരു ഗിവ് അവേ കൂടി നടത്തും. ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടത്തും. ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റട്ടെ. ഇനി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കിട്ടാത്ത ആൾക്കാരോടായിട്ടൊരു സോറി പറയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ളൊരു ഇതില്ലല്ലോ. ഒരാൾക്ക് കൊടുക്കാനുള്ളൊരു കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരാളെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ഓർത്ത് ടെൻഷനാവുന്ന ആൾക്കാരുണ്ടാവും. എന്തായാലും ടെൻഷൻ ആവേണ്ട. ഇനി അങ്ങോട്ടുള്ള ഗിവ് അവേയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയേക്കാം. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.